നമസ്കാരം. ലാറ്റെക് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഗണിത അധ്യാപകരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടൈപ്പ് സെറ്റിംഗ് സങ്കേതമാണ് ലാറ്റെക്. വളരെയധികം ഗുണമേന്മയുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കാൻ ലാറ്റെക്കിലൂടെ നമുക്ക് സാധിക്കും. ശാസ്ത്ര സംബന്ധിയായ ഡോക്യുമെന്റ് തയ്യാറാക്കാനാണ് സാധാരണയായി ലാറ്റെക് ഉപയോഗിക്കുന്നതെങ്കിലും ഏത് തരത്തിലുള്ള ഡോക്യുമെന്റും ലാറ്റെക് ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയും. ലാറ്റെക് എന്ന് എഴുതുന്നത് LATEX എന്നാണ്. നമുക്കത് ലാറ്റെക് എന്നും ലേറ്റെക് എന്നും വായിക്കാം. ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ അതിന്റെ ലേഔട്ട് സജ്ജീകരണങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാതെ അതിന്റെ ഉള്ളടക്കത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാൻ ലാറ്റെക് സഹായിക്കുന്നു. ലേഔട്ട് സജ്ജീകരണങ്ങളിൽ ലാറ്റെക് സ്വയമേവ ശ്രദ്ധ നൽകി മികച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നു. ലാറ്റെക്കിന്റെ പ്രത്യേകതകളാണ് ഇനി പറയുന്നത്. ലേഖനങ്ങൾ, റിപ്പോർട്ടുകൾ, പുസ്തകങ്ങൾ, സ്ലൈഡ് ഷോ തുടങ്ങിയവ തയ്യാറാക്കാൻ ലാറ്റെക് സഹായിക്കുന്നു. വളരെ വലിയ ഡോക്യുമെന്റുകൾ ഓരോ സെക്ഷനുകളായി തയ്യാറാക്കാനും അവയിൽ റഫറൻസ്, ടേബിൾ, ചിത്രങ്ങൾ എന്നിവ ചേർക്കാനും ലാറ്റെക് സഹായിക്കുന്നു. സങ്കീർണങ്ങളായ ഗണിത വാചകങ്ങൾ തയ്യാറാക്കാൻ ലാറ്റെക്കിലൂടെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ബിബ്ലിയോഗ്രാഫിയും ഇൻഡെക്സും ലാറ്റെക് സ്വയമേവ തയ്യാറാക്കുന്നു. മലയാളം അടക്കമുള്ള വ്യത്യസ്ത ഭാഷകളിൽ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ ലാറ്റെക്കിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ വളരെ കലാമേന്മയുള്ള പ്രസിദ്ധീകരണങ്ങൾ തയ്യാറാക്കാനും ലാറ്റെക്കിലൂടെ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ലാറ്റെക് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒരു ഡോക്യുമെന്റിന്റെ ഉള്ളടക്കത്തെ അതിന്റെ ലേഔട്ടിൽ നിന്നും മാറ്റി നിർത്തി ഉള്ളടക്കത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ ലാറ്റെക് സഹായിക്കുന്നു. ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതേ രൂപഭംഗിയിൽ പിന്നീട് എളുപ്പത്തിൽ എത്ര വേണമെങ്കിലും പുതിയ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ ലാറ്റെക്കിലൂടെ സാധിക്കുന്നതാണ്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട 100 കണക്കിന് ടെംപ്ലേറ്റുകൾ ലഭ്യമായതിനാൽ ലാറ്റെക്കിൽ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ്. ലാറ്റെക്കിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഡോക്യുമെന്റുകളാണ് ഇനി പറയുന്നത്. 1. ലേഖനങ്ങൾ. 2. റിപ്പോർട്ടുകൾ. 3. കത്തുകൾ. 4. ബുക്ക്. 5.
സ്ലൈഡ് പ്രസന്റേഷൻ. ഇനി നമ്മൾ ലാറ്റക് എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആയ ടെക്മേക്കറിനെ കുറിച്ചാണ് പറയുന്നത്. ലാറ്റക് ഡോക്യുമെന്റ് തയ്യാറാക്കാൻ സഹായിക്കുന്ന ലാറ്റക് എഡിറ്ററുകളിൽ ഒന്നാണ് ടെക്മേക്കർ. ലിനക്സിലും വിൻഡോസിലും പ്രവർത്തിക്കാൻ ടെക്മേക്കറിന് സാധിക്കുന്നു. ടെക്മേക്കറിന്റെ സൗകര്യങ്ങൾ ഇവയാണ്: യൂണിക്കോഡ് സപ്പോർട്ട്, സ്പെൽ ചെക്കിംഗ്, ഓട്ടോ കംപ്ലീഷൻ, കോഡ് ഫോൾഡിംഗ്, built-in PDF viewer എന്നിവയാണ്. ഇനി നമ്മൾ ടെക്മേക്കറിൽ ഒരു ലാറ്റക് ഡോക്യുമെന്റ് തയ്യാറാക്കി നോക്കും. നമുക്ക് ഓഫീസിൽ ടെക്മേക്കർ തുറക്കുന്നു. അതിൽ ഒരു പുതിയ ഫയൽ തുറക്കുന്നു. പുതിയ ഫയൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയലിന് ഒരു പേര് നൽകണം. അതിന് ഫയൽ സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. നമ്മൾ ടെക് ഫയലുകൾ, ലാറ്റക് ഫയലുകളുടെ എക്സ്റ്റൻഷൻ അതാണ്. TEX എക്സ്റ്റൻഷനുള്ള ഫയലുകളാണ് ലാറ്റക് ഫയലുകൾ, ടെക് ഫയലുകൾ എന്നാണ് വിളിക്കുക. ഈ ടെക് ഫയലുകൾ നമ്മൾ ഒരു ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ന്യൂ ഫോൾഡർ എന്നതിൽ ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. ആ ഫോൾഡർ തുറക്കുക. അതിനുശേഷം ഇവിടെ ഫയൽ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം സാമ്പിൾ ഒന്ന് കൊടുക്കും. സേവ് എന്നത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടെക് ഫയലിന് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്, sample.tech എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഡോക്യുമെന്റിന്റെ പ്രിയാമ്പിൾ ആദ്യം ടൈപ്പ് ചെയ്തു. നമ്മുടെ ഡോക്യുമെന്റ് പ്രിയാമ്പിൾ ഇതാണ്. ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിൾ. നമ്മൾ ആർട്ടിക്കിൾ എന്ന ഡോക്യുമെന്റ് ക്ലാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ \ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിൾ എന്നത് ഈ ഡോക്യുമെന്റിന്റെ പ്രിയാമ്പിളും, ഡോക്യുമെന്റിന്റെ ടെക്സ്റ്റ് ഇതാണ്. അത് ബിഗിൻ ഡോക്യുമെന്റിനും എൻഡ് ഡോക്യുമെന്റിനും ഇടയിൽ കാണുന്ന ഈ സെന്റൻസ് ആണ്. ഈ സെന്റൻസുകളാണ് ഫസ്റ്റ് ഡോക്യുമെന്റ്, ദിസ് ഈസ് എ സാമ്പിൾ ഡോക്യുമെന്റ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഡോക്യുമെന്റ് എന്നത് DO എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഡോക്യുമെന്റ് ക്ലാസ് എന്നത് വന്നു. ഡോക്യുമെന്റ് ക്ലാസ് ആദ്യത്തേൽ കൊടുക്കേണ്ടത് അതിൻ്റെ ഫോണ്ട് സൈസാണ്. നമുക്കൊരു ഫോണ്ട് സൈസ് വേണമെങ്കിൽ കൊടുക്കാം. ടാബ് അടിച്ചാൽ അടുത്തതിലേക്ക് പോകും. അവിടെ നമ്മൾ
നമ്മൾ ആർട്ടിക്കിൾ എന്ന് അടിക്കുന്നു. ഇപ്പോൾ 11 പോയിൻ്റ് ഫോണ്ട് സൈസുള്ള ആർട്ടിക്കിളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. എൻ്റർ അടിച്ചാൽ അടുത്ത ലൈനിലേക്ക് പോയി നമ്മൾ ബിഗിൻ ഡോക്യുമെൻ്റ് എന്ന് നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഉടനെ ടെക് മേക്കർ എൻ ഡോക്യുമെൻ്റ് കൂടെ അവിടെ തയ്യാറാക്കി വെക്കും. ഇനി നമ്മൾ ഇവിടെ ഒരു സെൻറ്റൻസ് അടിച്ചെടുക്കുന്നു. ദിസ് ഈസ് ദി ഫസ്റ്റ് document. This is a sample document. ഇത്രയും കാര്യം മാത്രമേ നമ്മളിപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിന്റെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ തയ്യാറാക്കിയ ഡോക്യുമെന്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഈ ഒരു ഫയൽ ഒന്ന് റൺ ചെയ്യണം. അതിന് ക്വിക്ക് ബിൽഡ് എന്നുള്ള ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഡോക്യുമെൻ്റ് അവിടെ ഒരു PDF ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്, sample.pdf എന്ന ഫയൽ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ ക്വിക്ക് ബിൽഡ് കൊണ്ട് മാത്രം PDF കിട്ടണമെന്നില്ല. ക്വിക്ക് ബിൽഡിന് ശേഷം നമ്മൾ വ്യൂ PDF എന്നതുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ളത് ക്വിക്ക് ബിൽഡിന് F1 എന്ന കീയും വ്യൂ PDFന് F7 എന്ന കീയുമാണുള്ളത്. നമുക്ക് ഒരു PDF ഫയൽ അവിടെ വരും. ഈ PDF ഫയല് ഓട്ടോമാറ്റിക്കലി സേവ് ആയി വരുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോൾഡറിലാണ് ഇത് ഉണ്ടായി വരിക. ഇനി ഇതില് ബിഗിൻ ഡോക്യുമെന്റിന് തൊട്ട് മുമ്പേ നമ്മൾ ചേർക്കുന്ന കമാൻഡുകളെ പ്രിയാമ്പിൾ എന്നാണ് വിളിക്കുന്നത്. പ്രിയാമ്പിളിൽ നമ്മുടെ ഡോക്യുമെന്റ് ഏത് തരത്തിലുള്ള ഡോക്യുമെന്റ് ആണ്, ഏതൊക്കെ പാക്കേജുകളാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ മറ്റ് എല്ലാ വിശദാംശങ്ങളും ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി വിസാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ പ്രിയാമ്പിൾ തയ്യാറാക്കാം എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിന് നമ്മൾ വിസാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതാണ്. വിസാർഡിൽ നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ക്വിക്ക് ബീമർ പ്രസന്റേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, മറ്റ് ചില ഓപ്ഷനുകൾ കൂടിയുണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് എന്നത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് ഡോക്യുമെന്റ് ക്ലാസ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതിനകത്ത് ആർട്ടിക്കിൾ, റിപ്പോർട്ട്, ലെറ്റർ, ബുക്ക്, ബീമർ. അതിൽ നമ്മളിപ്പോൾ തൽക്കാലം ആർട്ടിക്കിളാണ്. ആർട്ടിക്കിളിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. ടൈപ്പ് ഫേസ് സൈസ് കൊടുക്കാം, പേപ്പർ സൈസ് കൊടുക്കാം, എൻകോഡിങ് കൊടുക്കാം. ഇത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിഗിൻ ഡോക്യുമെന്റിലും തൊട്ട് മുകളിലുള്ള ഈ വിശദാംശങ്ങൾ, ഇതിനെ നമ്മൾ പ്രിയാമ്പിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രിയാമ്പിൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതിനകത്ത് ഡോക്യുമെന്റ് ക്ലാസ്, 10 പോയിന്റ് ഫോർ പേപ്പർ, ലാൻഡ്സ്കേപ്പ്, ആർട്ടിക്കിൾ എന്ന് വന്നിട്ടുണ്ട്. മറ്റ് ചില പാക്കേജുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിസാർഡിൽ കൂടെ ടെക് മേക്കർ തയ്യാറാക്കി തരുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് വിസാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്റിന്റെ പ്രിയാമ്പിൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇത്രയുമാണ് ലേറ്റക്കിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ലേറ്റക്കിൻ്റെ മറ്റ് വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ തുടരും. ക്ലാസ് കേട്ടതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. നമസ്കാരം.